കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലൈൻ സ്പെക്ട്ര ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറഞ്ഞൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്ര അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത് പഠിക്കുന്നത് മറ്റേ ആ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ലൈമൻ ബാൾമർ ബാസ്റ്റൻ ബ്രാക്കറ്റ് പീഫണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ എഴുതുന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അപ്പൊ എഴുതിക്കും ലൈൻ സ്പെക്ട്ര ഓർ അറ്റോമിക് സ്പെക്ട്ര അറ്റോമിക് സ്പെക്ട്ര, സ്പെക്ട്രം അല്ലെങ്കിൽ സ്പെക്ട്ര എങ്ങനെ വേണേ എഴുതാം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു മാക്സ്വെല്ലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ പല വിധമുണ്ട്. ആ പല വിധമുള്ള റേഡിയേഷനെ അതിന്റെ വേവ് ലെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലോ, അല്ലെങ്കിൽ നേരെ തിരിച്ച് വേവ് ലെങ്തിന്റെ എന്താണ് ഡിക്രീസിങ് ഓർഡറിലോ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ എഴുതുന്ന ആ ഒരു എന്താണ് രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്താ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്താലും ഒന്നെങ്കിൽ ഗാമ റേഡിയേഷൻ, അല്ലെങ്കിൽ എന്താണ് എക്സ്റേ, അല്ലെങ്കിൽ യു വി റേ, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും വേവ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏതൊരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിലും. അപ്പം ഏതൊരു ചാർജ് പാർട്ടിക്കിളും ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുമെന്ന് മാക്സ്വെൽ പറഞ്ഞു. ആ റേഡിയേഷനെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്? നമ്മൾ അതിന്റെ വേവ് ലെങ്തിന്റെ ഡിക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ, അല്ല തിരിച്ച് വേവ് ലെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലോ, തിരിച്ചും മറിച്ചും അങ്ങനെ എഴുതുന്ന ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പൊ അത് എഴുതിക്കോ, ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ശരിക്കും ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് വേവ്സും മാഗ്നറ്റിക് വേവ്സും പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വേവിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഈ ഇൻഫ്രാറെഡ്, അതേപോലെ തന്നെ മൈക്രോവേവ്, റേഡിയോ വേവ്, എക്സ്റേ, യു വി റേ, ഗാമ റേ എല്ലാം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അതിന്റെ വേവ് ലെങ്തിന്റെയും ഫ്രീക്വൻസിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈൻ സ്പെക്ട്ര അഥവാ ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്. For the arrangement of electromagnetic radiation in the increasing order of wavelength and decreasing order of frequency. അല്ലെങ്കിൽ ഓർ നമുക്ക് വേണേ എങ്ങനെ എഴുതാം? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ എന്താണ് ആൻഡ് ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ആൻഡ് ഫ്രീക്വൻസി ആൻഡ് ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഈ രണ്ട് രീതിയിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഗാമ റേ റേഡിയേഷൻ. മെയിൻ ആയിട്ട് 7 റേഡിയേഷൻ ആണ്. ഒന്ന് ഗാമ റേ എന്ന് പറയും, പിന്നീട് എക്സ്റേ എന്ന് പറയും, പിന്നെ യു വി റേ അൾട്രാ വയലറ്റ് റേ എന്ന് പറയും, പിന്നീട് വിസിബിൾ ലൈറ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് ആണ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാറെഡ് ആണ്, പിന്നെ മൈക്രോവേവ് ആണ്, പിന്നെ റേഡിയോ വേവ് ആണ്. അപ്പം ഇതിന്റെ വേവ് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരുന്നറിയോ? ഇതിന് ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നുന്നു ഒരു കോടിക്കണക്കിന് വേവ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് ഞാൻ റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇതിന്റെ വേവ് കണ്ടോ, ഇതിന് അടുത്തടുത്തായിരിക്കും, ഇതിന്റെ ഇത് കൂടുതലായിരിക്കും. കണ്ടോ, ഇങ്ങനെ വരുന്നു, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കണ്ടോ ആ പെതുക്കെ അകന്നകന്ന് വരുന്നു. അകന്നകന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ പെതുക്കെ അതിന്റെ വേവ് ലെങ്ത് ഇങ്ങനെ കൂടിയിരിക്കുക. കണ്ടോ, വേവ് ലെങ്ത് ഇങ്ങനെ കൂടി ഈ റേഡിയോ വേവ്സിന്റെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് സഞ്ചരിക്കും. കണ്ടോ, ഇങ്ങനെയായിരിക്കും അതിന്റെ വേവിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ പോകുന്നത്. ഓക്കെ ആണ്. ഇവിടത്തെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി.
ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. അതേപോലെ തന്നെ ഈ ഓർഡർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വേണമെങ്കിലും എടുക്കാം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വേണമെങ്കിലും എടുക്കാം. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി, ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് ഒന്ന് പഠിക്കുക. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയും നമ്മൾ ആറ്റോമിക് സ്പെക്ട്രത്തിന്റെ ഫീച്ചർ. ഈ ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. അതായത് നിങ്ങൾ ഒരു പ്രിസത്തിനകത്തൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ വൈറ്റ് ലൈറ്റ് 7 ആയിട്ട് തിരിയത്തില്ലേ? ആ 7 ആയിട്ട് തിരിയുന്ന ആ 7 ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് സ്പെക്ട്രം. അതിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ ഡിസ്പെർഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കളറിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആറ്റോമിക് സ്പെക്ട്രം. ഓക്കെ ആണല്ലോ? അപ്പം അത് നമുക്കൊന്ന് എഴുതാം. നമുക്കറിയാം, ജസ്റ്റ് അതൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ഒന്ന് എഴുതുകയാണ്. ഫീച്ചേഴ്സ് ഓഫ് ആറ്റോമിക് സ്പെക്ട്രം. ഇത്ര ഒന്ന് എഴുതിക്കോ. ഇത്ര എഴുതാത്തവർ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കും. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു.